SDP സംസ്ഥാന സെക്രട്ടറി KS ഷാൻ വധക്കേസിൽ നീതി ലഭിച്ചില്ലെന്ന് ഷാനിന്റെ കുടുംബം. ഷാൻ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസും കൊല്ലപ്പെടില്ലായിരുന്നുവെന്ന് ഷാനിന്റെ ഭാര്യ ഫൻസില പറഞ്ഞു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസ് അതിവേഗം മുന്നോട്ട് പോയപ്പോൾ ഷാൻ കേസ് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് പിതാവ് H. സലീം കുറ്റപ്പെടുത്തി. ഷാനിനെ ക്രൂരമായാണ് കൊലപ്പെടുത്തിയതെന്ന് മാതാവ് റഹ്മ ബീവി പ്രതികരിച്ചു. പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും തുടക്കം മുതൽ രണ്ട് നീതിയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കൊല ചെയ്യപ്പെട്ടത് എൻ്റെ ഭർത്താവ് ഷാൻ തന്നെയാണ് ആദ്യം കൊല ചെയ്യപ്പെട്ടത്. എന്നിട്ട് ആദ്യം മുതലേ നമ്മൾ പ്രോസിക്യൂട്ടറെ വെച്ചതിനെ ആദ്യം സർക്കാരിൻ്റെ സമ്മർദ്ദം മൂലം ആദ്യം കോട്ടയംകാരനായ ഒരു അഡ്വക്കേറ്റ് ജയനായിരുന്നു നിന്നിരുന്നത്. അദ്ദേഹത്തെ സർക്കാരിൻ്റെ സമ്മർദ്ദം മൂലം അദ്ദേഹം പിന്മാറി. രണ്ടാമത് വെച്ച സുരേഷ് ബാബു സാറ്, ആ സാറും സർക്കാർ അംഗീകരിച്ചില്ല ആ പ്രോസിക്യൂട്ടറെ. അതിൻ്റെ റീസൺസ് ചോദിച്ചിട്ട് എന്താണെന്ന് ഇതുവരെ അത് രേഖാമൂലം നമ്മളെ അറിയിച്ചിട്ട് പോലുമില്ല അതിൻ്റെ കാര്യം. അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഞങ്ങളോട് വേറെ തരത്തിലുള്ളൊരു നീതിയും അവരുടെ എല്ലാം സ്പീഡപ്പായിരുന്നു എല്ലാ കാര്യങ്ങളും. ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി എന്നുള്ളത് ഞങ്ങൾക്ക് കിട്ടിയോ എന്നുള്ളത് പൊതുസമൂഹമാണ് സംസാരിക്കേണ്ടത്. പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യണം. കാര്യം ഒരു വിഭാഗത്തിന് നീതി ലഭിക്കുകയും മറുവിഭാഗത്തിന് നീതി ലഭിക്കാതെയും വരുമ്പോൾ യുവാക്കളിലുണ്ടാകുന്ന ഒരു വൈകാരികത ഉണ്ടല്ലോ, അത് നമ്മുടെ നാടിന് തന്നെ നഷ്ടമാണ്. ഈ സമൂഹത്തിൽ കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഒരു വാഹനം ഇടിച്ച ഒരാൾ മരിച്ചാലും മക്കളും ഭാര്യയും മാതാപിതാക്കളും തുല്യരല്ലേ? ഇവരുടെ എല്ലാം കണ്ണീരുകൾക്ക് തുല്യതയുള്ളൂ ഉള്ളത്. ഈ നിയമവ്യവസ്ഥ ഇത് കാണണ്ടേ? എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവരുടേതായ ലക്ഷ്യങ്ങൾ കാണും. അതിൽ സമ്മർദ്ദം ചെലുത്താനുള്ള രാഷ്ട്രീയ ശക്തികൾ അവരത് ചെയ്യും, സ്വാധീനം വെച്ച്. അതൊക്കെ ഈ സമൂഹം വിലയിരുത്തട്ടെ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. നീതി കിട്ടിയില്ല, ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. എൻ്റെ മോനിക്ക് നീതി കിട്ടണം. എവിടെ വരെ പോകാനാണ്? അവർക്കൊരു നീതി, അങ്ങക്കൊരു നീതി എന്നില്ലല്ലോ. എല്ലാവർക്കും തുല്യം വേണ്ട നീതി. പെട്ടെന്ന് നീതി കിട്ടും. അതിനിടെ രഞ്ജിത്ത് ശ്രീനിവാസ് വധക്കേസിൽ വിധി പറഞ്ഞ മാവേലിക്കര അഡീഷണൽ സെഷൻസ് ജഡ്ജി VG ശ്രീദേവിയുടെ ഔദ്യോഗിക വസതിക്ക് സുരക്ഷ ഏർപ്പെടുത്തി. കായംകുളം DYSP P. അജയ്നാഥിനാണ് ചുമതല. സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പോലീസുകാർ 24 മണിക്കൂറും സുരക്ഷാ ചുമതലയിലുണ്ടാകും. മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. മനീഷ്, ഷാന്റെ കുടുംബത്തിനുള്ള പ്രധാനപ്പെട്ട ആക്ഷേപവും പരാതിയും എന്താണ്? ഗോപീഷൻ 2 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഇരട്ട കൊലപാതകം, ആ കൊലപാതകത്തിൽ രണ്ടാമത് നടന്ന കൊലപാതകത്തിൽ നിലവിൽ അതിലെ പ്രതികളായിട്ട് വിചാരണ നേരിട്ട 15 പേർക്കും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ തന്നെ കോടതി കൊടുത്ത പശ്ചാത്തലത്തിലാണ് ആദ്യം നടന്ന കൊലപാതകത്തിൽ ഇതുവരെയും വിചാരണ തുടങ്ങാത്തത് വലിയ ചർച്ചയാകുന്നത്. ഇതിനെതിരെ ഷാന്റെ കുടുംബം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. തങ്ങൾ പാവങ്ങളാണെങ്കിലും തങ്ങളുടെ കണ്ണീരിന് വിലയുണ്ട്. ഒപ്പം തന്നെ ഒരു വിഭാഗത്തിന് മാത്രം നീതി ലഭിക്കുമ്പോൾ മറുവിഭാഗത്തിന് നീതി ലഭിക്കാതിരിക്കുന്നത് ചെറുപ്പക്കാർക്കിടയിൽ പോലും വൈകാരികത ഉണർത്തും, അത് തെറ്റായ സന്ദേശം കൊടുക്കുന്നു അടക്കമുള്ള തങ്ങൾക്ക് നീതി ഇനി എത്രയും വേഗം ലഭിക്കണമെന്നുള്ള കാര്യമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ കേസിൽ ഷാൻ വധക്കേസിൽ 13 പ്രതികളാണുള്ളത്. ഈ 13 പ്രതികളും ആദ്യഘട്ടത്തിൽ തന്നെ അതിൽ 11 പ്രതികൾക്കും ആലപ്പുഴ സെഷൻസ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചിരുന്നു. 13 പ്രതികൾക്ക് പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചിട്ടാണ് അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് അവർക്ക് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 13 പ്രതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാൾ ഈ വേളയിൽ വിവാഹം വരെ കഴിച്ചു. പക്ഷേ ഇത്തരത്തിൽ ഷാൻ വധക്കേസിലെ പ്രതികളൊക്കെ തന്നെ പുറത്ത് ഉള്ളപ്പോൾ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്കൊന്നും ജാമ്യം ലഭിക്കാതെ വിചാരണ തടവുകാരായി നിന്നും അവർക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് ലഭിച്ചു. ഇവിടെ കുടുംബം പറയുന്നത് 2 കൊലപാതകവും നീതീകരിക്കാൻ പറ്റാത്തതാണ്, എല്ലാവരും കുറ്റവാളികൾ തന്നെയാണ്, പക്ഷേ നീതി തങ്ങൾക്ക് ലഭ്യമാകണമെന്നുള്ളൊരു കാര്യമാണ്. ഇനി ഫെബ്രുവരി 2-ാം തീയതിയാണ് ഷാൻ വധക്കേസിൽ കോടതി ആ കേസ് പരിഗണിക്കുന്നതും എപ്പോൾ വിചാരണ ആരംഭിക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമാവുക. 2 ആഴ്ചകൾക്ക് മുൻപാണ് ഷാൻ വധക്കേസിൽ പ്രോസിക്യൂട്ടർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി PP ഹാരിസിനെ നിശ്ചയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 15 പ്രതികൾക്കും ഒരുമിച്ച് കൊലക്കുറ്റം തെളിഞ്ഞ പശ്ചാത്തലത്തിൽ കോടതി തൂക്കുകയർ വിധിച്ച പശ്ചാത്തലത്തിൽ അതിൻ്റെ ജഡ്ജി, വിധി പ്രസ്താവിച്ച ജഡ്ജി VG ശ്രീദേവിയുടെ ഔദ്യോഗിക വസതിക്ക് നിലവിൽ ഒരു സബ് ഇൻസ്പെക്ടറും ഒപ്പം തന്നെ മറ്റ് 4 പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന പോലീസ് സംഘത്തിന് സുരക്ഷാ ചുമതലയുണ്ട്. കായംകുളം DYSPക്കാണ് ചുമതലയുടെ നേതൃത്വം വഹിക്കുന്നത്. ഇന്നലെ മുതൽ VG ശ്രീദേവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ VG ശ്രീദേവിക്കെതിരെ വലിയ രീതിയിലുള്ള ഭീഷണികൾ സമൂഹ മാധ്യമ
മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് സുരക്ഷ കൊടുക്കണം, കുറച്ച് കനത്ത സുരക്ഷ കൊടുക്കണമെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുരക്ഷ അവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. മനീഷ് മഹിപാലാണ് നമുക്ക് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകി.